ഹലോ ഗേസ്, ജെനിസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇനി രാവിലെ അവളെ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. നമ്മുടെ ജനിക്കുട്ടി വളരെയേറെ കുസൃതിയുള്ള കൊച്ചായിരുന്നു. ഇപ്പോൾ കുസൃതിയും വികൃതിയും ഒക്കെ പോയി. ഇപ്പം നല്ല മോളാണ്. അവളെ എടുത്തു കൊണ്ടുവന്ന ടൈമിൽ അവളെല്ലാ സാധനങ്ങളും കടിച്ചു നശിപ്പിച്ച് എല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ ഒരു 10-12 ജോഡി ചെരുപ്പ്, ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത്, പിന്നെ എൻ്റെ പുതിയ വണ്ടിയായിരുന്നു. വണ്ടിയുടെ ഒറിജിനൽ സീറ്റ് കവറ് എല്ലാം കടിച്ചു പറിച്ചു. പിന്നെ എന്തിനു പറയുന്ന വീടിൻ്റെ വയറിങ് വരെ ഒരു ദിവസം ബാൽക്കണിയിലെ വീടിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ വയറ് വരെ മൊത്തം കടിച്ചെടുത്ത് പിന്നെ ഇലക്ട്രീഷ്യനെ കൊണ്ടാണ് ഒന്ന് ശരിയാക്കിയത്. അത്രയ്ക്കും കുസൃതിയും വികൃതിയുള്ള ആളാണ് ജന്മോള്. അങ്ങനെ വണ്ടിയിലെ സീറ്റ് അടിച്ച് പറിക്കുന്നതിന് മുന്നേ ഒരു ദിവസം ഇതുപോലെ എന്തൊക്കെയോ വയറിങ്ങും അതും ഇതൊക്കെ കടിച്ച് മുറിച്ചതിന് ശേഷം ഹസ്ബൻഡ് എന്നെ കുറേ ആൾക്കാരൻ എന്നോട് പറഞ്ഞ്, വേണ്ട, നമുക്ക് അതിനെ വേണ്ട, നീ തുറന്നു വിട്ടേക്ക്, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്കൊട്ടും മനസ്സിലായിരുന്നു തുറന്നുവിടാൻ. കാരണം നമ്മളത്രയും സ്നേഹിച്ചതാക്കി. പക്ഷേ നാശങ്ങളാണല്ലോ എത്തുന്നത് നമുക്ക്. അങ്ങനെ അന്ന് രാത്രി ഒരു 11 മണിക്ക് ഞാൻ ഗേറ്റ് തുറന്നു വിട്ടു. പക്ഷേ എല്ലാവർക്കും അറിയാം ഇവളെൻ്റെ ഡോഗാണെന്നുള്ളത്. കാരണം രാവിലെ ഞാൻ വെളിക്ക് ഇറങ്ങാൻ കൊണ്ടുവരും. ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് ആരുടെയും വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വരൂലേ. എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞാൻ കിടന്ന് ഉറക്കാനൊന്നും പറ്റുന്നില്ല. എന്തായി ഏതായാലൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞേരം ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് ഒരു സൗണ്ട് കേട്ടു. അപ്പം ഞാൻ തുറന്നു നോക്കിയാലും ഗേറ്റിനടുത്ത് നിന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പുറത്തേക്ക് ഓടി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും കടച്ച് കിടന്നു. പക്ഷേ അടുത്ത വീട്ടിൽ നിന്ന് എന്തോ കടിച്ച് മുറിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ ചെരുപ്പ് കടിച്ച് മുറിക്കുകയാണ്. അപ്പം പിന്നെ ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ ഗേറ്റ് തുറന്ന് ഞാൻ ഗേറ്റ് തുറക്കുമ്പോഴേക്ക് ഓടി വന്നു കേട്ടോ. ഓടി വന്ന് ചിലപ്പം വഴിയിലുള്ള ഡോഗ്സ് എല്ലാം അവളെ ഓട്ടിച്ചിട്ടുണ്ടാവും. ഭയന്ന് തിരിച്ചു വന്നതായിരിക്കും. അങ്ങനെ വന്ന് 2 പാത്രം വെള്ളം മൊത്തവും കുടിച്ചു. അതിനെല്ലാം കൂടെ അന്ന് ഞാൻ കെട്ടിയിടാൻ സമ്മതിച്ചില്ല. അന്ന് കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇവളെ കുറച്ച് കാലം കെട്ടിയിടും. ഹസ്ബൻഡ് അന്ന് കെട്ടിയിട്ടാൽ മതിയെന്ന്. അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇവള് എന്നെ കാണാൻ ഇങ്ങനെ നിലവിളിക്കും കെട്ടിയിട്ട് എടുത്തുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഉച്ചക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കൊന്നും നമ്മൾ മയങ്ങല്ലോ. ആ സമയത്ത് ഇവളെ അയച്ചു വിട്ടു എൻ്റെ അടുത്ത് വന്ന് ഇരിക്കും. അങ്ങനെ ഇവളെന്ത് ചെയ്യും, ഞാൻ ഉറങ്ങിയോന്ന് ശ്രദ്ധിച്ച് കിടക്കും. ഞാൻ ഉറങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവള് പോയിട്ട് പല കാര്യങ്ങളും ഒപ്പിക്കും. അങ്ങനെയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വണ്ടിയുടെ സീറ്റ്, ഒറിജിനൽ സീറ്റ് അങ്ങ് കടിച്ച് പറിച്ചെടുത്ത്. ഞാൻ ഇവളെ നോക്കുമ്പോൾ ഇവളെൻ്റെ അടുത്തുണ്ട് കൂളായിട്ട് കിടക്കുന്നു. ഞാൻ വെളിയിൽ ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം വണ്ടീൻ്റെ ഒറിജിനൽ സീറ്റ്. എൻ്റെ പൊന്നോ, ആർക്കെങ്കിലും സഹിക്കോ? അങ്ങനെ ഞാൻ അന്ന് 2-3 അടിയൊക്കെ കൊടുത്ത് ഞാൻ കെട്ടിയിട്ട് പിന്നെ ഹസ്ബൻഡ് വിളിച്ചാൽ പറഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞ്, ഇനി വേണ്ട, ഇനി നമുക്ക് വേണ്ട, അത്രയും നാശങ്ങളാണല്ലോ തരുന്നത്. നമ്മളൊരു ജീവനെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ ഇത്രയും നാശങ്ങളല്ലേ തരുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നീ തുറന്നു വിടുന്നത്. അങ്ങനെ അന്നേരം ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയാണ് സമയം. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. കടയിൽ ചേട്ടൻ്റെ മോള് +2 പഠിക്കുന്ന കൊച്ചാണ്. ഞാൻ അതിനോട് പറഞ്ഞു, മോളെ ജെനി പോയിന്ന് പറഞ്ഞു. പോയോ ചേച്ചി? പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവളെ തുറന്നു വിട്ടപ്പോൾ ഇവളങ്ങ് ഓടി അങ്ങ് പോയി. ഒന്നും നോക്കാണ്ട് ഓടി അങ്ങ് പോയി.
അപ്പോൾ ഞാൻ കുറച്ച് ദൂരം നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഉണ്ടോ, പക്ഷെ എവിടെയും കണ്ടില്ല. അങ്ങനെ ഞാൻ വന്ന് ഇവളോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവള് പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നിൽക്കുന്ന ആ ഏരിയ മൊത്തവും കറങ്ങി ഉണ്ട്. ബേക്കിൽ വന്ന് എൻ്റെ ബേക്കിൽ മുൻവശത്ത് വന്നിട്ടുണ്ട് എൻ്റെ കാലിന് തോണ്ടി വിളിക്കുന്നു. അപ്പോഴാണ് ഇവള് വന്നതറിയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോയാലും തിരിച്ചു വരും എന്നുള്ളത് അറിയാലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിടിച്ച് കെട്ടിട്ടു. പിന്നെ അങ്ങനെ ഒരുപാട് കാലം കെട്ടിയിട്ട് തന്നെയായിരുന്നു, അയച്ചുവിടലൊന്നും ഇല്ലായിരുന്നു. ഇവളെ കുസൃതി കൊണ്ട് വീർതി കൊണ്ടാണ് അയച്ചിടാഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വീട് മാറേണ്ടി വന്നു. വീട് മാറിയപ്പം പക്ഷെ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ ഇവള് കെട്ടിട്ടാലും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് സമയം അയച്ച് വിട്ടിട്ട് ഫ്രീ ആക്കി വിട്ടിട്ട് എൻ്റെ കൂടെ ടെറസിലൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയായി. അങ്ങനെ നമ്മൾക്ക് ഇവളെന്ന് പറഞ്ഞാൽ നാടൻ ബ്രീഡാണെങ്കിലും ഇവളെ കൊണ്ട് നമുക്ക് ഒരു ശല്യമില്ല. എല്ലാവരും പറയും നാടൻ ബ്രീഡ് അടുത്ത വീട്ടിലോ അല്ലെ അപ്പുറത്തോ ഏതെങ്കിലും ഡോഗ്സ് കുരയ്ക്കുമ്പോൾ കുരയ്ക്കും, നമുക്ക് ശല്യമായിരിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ ഇവളെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളെ വീട്ടിലെ ഒരാളായിട്ടാണ് അവൾ നിൽക്കുക. അങ്ങനെ എന്തെങ്കിലും അവൾക്ക് വയ്യെങ്കിൽ മാത്രമേ അവൾ കുറച്ച് ബഹളം വെക്കുള്ളൂ, അല്ലാണ്ട് അവളുണ്ടെന്ന് പോലും നമ്മളെ വീട്ടിലറിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വ്ലോഗ് പറയാം. ഞാൻ പിന്നെ എൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനലിങ്ങനെ പങ്കുവെക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും ഉദ്ദേശിച്ചിട്ടും അങ്ങനെയൊന്നല്ല. അപ്പോൾ എനിക്കിത് ഞാൻ വീഡിയോ എടുക്കുന്നു, ഡയറക്റ്റായിട്ട് അങ്ങിടുന്നു എന്നുള്ളൂ. എനിക്കിത് എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോക്ക് അത്ര ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ല. ജെനീനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ജെനീൻ്റെ വീഡിയോ ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.